ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തിക്ക് കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഓർത്തത് വീഡിയോ എടുക്കണമെന്ന്. ചപ്പാത്തിയല്ല, പൂരിയാണ്. പൂരിക്ക് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പൊട്ടറ്റോ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി ഇത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരമാണ് വീഡിയോ എടുക്കാൻ ഓർമ്മിച്ചത്. അപ്പോൾ ഇന്ന് സ്കൂൾ അവധിയാണ്, ശനിയാഴ്ചയാണ്. പക്ഷേ ഇന്ന് മക്കൾക്ക് സ്കൂളിൽ ഇന്ന് പാരൻസ് മീറ്റിംഗ് ഉണ്ട്. എക്സാം കഴിഞ്ഞിട്ടുള്ള പാരൻസ് മീറ്റിംഗ്. അപ്പോൾ അതിന് പോകേണ്ടതുകൊണ്ട് ഞാൻ ഉച്ചക്കത്തേക്കുള്ളതും കൂടെ വേഗം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണമല്ലോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള എന്താ പറയണ്ട, തിരക്ക് പിടിച്ച രാവിലത്തെ ഒരു കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കുറച്ച് ദിവസമായി മോള് പറയാൻ തുടങ്ങിയിട്ട് പൂരി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ സ്കൂളുള്ള ദിവസം ഇതൊന്നും നടക്കില്ല. രാവിലത്തെ തിരക്കിന് പൂരിയും ഉണ്ടാക്കണം, പിന്നെ ലഞ്ചൊക്കെ ഉണ്ടാക്കുക, അതൊന്നും ആവില്ല. അതുകൊണ്ട് സ്കൂളില്ലാത്ത ദിവസമാണ് ഞാൻ ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ സ്കൂളിലെ മീറ്റിംഗ് കുറച്ച് ടൈം ലേറ്റ് ആയിട്ടാണ്. ഒരു 11 മണി 11:30 ആ സമയത്ത് സ്കൂളിൽ എത്തേണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാവിലെ വലിയ കുഴപ്പമില്ല, തിരക്ക് പിടിച്ചൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ പൂരിക്ക് വേണ്ട കുറച്ച് പൂരി പരത്തി വെച്ചിട്ടുണ്ട്. മുഴുവനും പരത്തി വെച്ചാൽ അടിയിലുള്ളതൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ആകെ ഇതാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് ആദ്യം പരത്തി ചുട്ടെടുത്തിട്ടാണ് പിന്നെ ബാക്കി പരത്തി ചുട്ടെടുക്കാറ്. ഈ പ്ലേറ്റിൽ വെക്കുമ്പോൾ ഇങ്ങനെ അടിയിലുള്ളതൊക്കെ ഇങ്ങനെ ഒട്ടി പിടിക്കും. പിന്നെ ലാസ്റ്റിലോട്ട് എടുക്കുമ്പോൾ പിന്നെ അത് വീണ്ടും ഇങ്ങനെ ഉണ്ടയാക്കി പരത്തി വേണം ഉണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം ആദ്യം പരത്തിയിട്ട് ചുട്ടെടുക്കും, പിന്നെയാണ് ബാക്കി ഉണ്ടാക്കാറുള്ളൂ. സിയ, ഇങ്ങോട്ട് വാ. സിയ മോള് എഴുന്നേറ്റിട്ടുണ്ട്. അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ അങ്ങോട്ട് റൂമിലോട്ട് പോകുന്നത് വരെ വിളിച്ചുകൊണ്ടിരിക്കും. ചില ദിവസം അവൾ എഴുന്നേറ്റ് വരും, ചില ദിവസം ഇങ്ങനെയാണ്. അപ്പോൾ മോൻ അവിടെ കിടന്നിട്ടുണ്ട്. അവന് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല, അവനെ കാണിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇങ്ങനെ ട്രിം ആക്കിയത്, ഈ വീഡിയോ. അപ്പോൾ മോളെ എഴുന്നേൽപ്പിക്കാൻ പോയി. അവളെ ഇനി കുറച്ച് നേരം അവളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എന്നിട്ടേ ഇനി എഴുന്നേറ്റ് വരുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഞാനവിടെ ഇരുന്നു വർത്തമാനമൊക്കെ പറഞ്ഞ് അവളെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എഴുന്നേറ്റ് വന്ന ഉടനെ ഇതാ സൈക്കിളിൽ കയറി സൈക്കിളിങ്ങനെ വീടിന് ചുറ്റും കറങ്ങി അടിക്കും കുറേ നേരം. എന്നിട്ട് മാത്രമേ ഇനി ബ്രഷ് ചെയ്യുകയും അകത്തോട്ട് പോവുള്ളൂ. അവളുടെ പുതിയ സൈക്കിളാണ്, ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട്, സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അപ്പോൾ സൈക്കിൾ കിട്ടിയതിന് ശേഷം എപ്പോഴും ഇങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് വന്ന ഉടനെ സൈക്കിളിൽ കുറച്ചൊന്ന് കറങ്ങിയിട്ട് മാത്രമേ ബാക്കി പരിപാടികളിലേക്ക് കടക്കുള്ളൂ. വീഴണ്ട. എങ്ങോട്ടാ? ചെരുപ്പിട്ടിട്ട് റോഡിലേക്കാ? ഇന്നലെ മഴ പെയ്തതാ, ചെളി ഉണ്ടാവും. മുറ്റത്തെല്ലാം ആവും ചെളി. മെല്ലെ പോണേ. അവിടെ നിന്ന് പിന്നെ കുറച്ച് അങ്ങോട്ട് കയറ്റുക. അതുകൊണ്ട് അവിടെ നിന്ന് ഓടിക്കാൻ മേലോട്ടേക്ക് പോകാൻ പറ്റില്ല. അവിടെ ഇറങ്ങിയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. പോയി മേലെ പോയിട്ടാണ് വരുന്നത്. മേലോട്ട് കയറിയല്ലോ. മേലെ കയറി. ഇനി ഇതിലേ വരും. മേലെ കയറി റോഡിൽ. എവിടത്തും വരെ പോയേ? മേലത്തെ വീട്ടിൻ്റെ അവിടം വരെയാ? ചവിട്ടിയിട്ട് പോയാ? കയറ്റം കയറാൻ പറ്റീനി? മേലോട്ട് ചവിട്ടി കയറിയ സൈക്കിള്? അല്ലെ സൈക്കിളിൽ നിന്ന് ഇറങ്ങിയിട്ടാ ചവിട്ടി കയറി? തിരിച്ചു വരുമ്പോൾ ഓടിച്ചിട്ട് തന്നെ വന്ന്? ഗുഡ്, സൂപ്പറാണല്ലോ.
ശ്രദ്ധിക്കണം. ഇറക്കായതുകൊണ്ട് റോഡ് മഴ പെയ്റ്റ് വെള്ളം പോയിട്ട് ചെറിയ കുഴിയും ഉണ്ട്. കുഴിയിലാ മറ്റേ ആയിട്ടുണ്ടെങ്കിലേ അപ്പോൾ പൂരി മുഴുവൻ ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറി അതും വേവിച്ച് വെച്ചിട്ടുണ്ട്. പരിപ്പ് കറിയാണ്, പരിപ്പും ചേനയും ഇട്ടിട്ടുള്ള കറി. അപ്പോൾ പരിപ്പൊക്കെ വേവിച്ച് വെച്ചു. ഇനി അതിൻ്റെ അരപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. പിന്നെ കറിയായി അവിടെ തന്നെ ഞാൻ ചോറിന് വെള്ളം വെക്കുന്നുണ്ട്. സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് അപ്പം തന്നെ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേഗം എടുത്ത് അവിടെ വെച്ചു. അല്ലെങ്കിൽ ഓഫ് ചെയ്ത് പിന്നെയും കത്തിച്ച് അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെയും ലേറ്റ് ആവുമല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം തീർക്കാൻ വേണ്ടി നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് പോകേണ്ടത് കൊണ്ട് തന്നെ ഒരു കറി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി ഒന്ന് പാത്രമൊക്കെ കഴുകി വെക്കണം. അതാണ് മെയിൻ പരിപാടി. അതിനൊക്കെ വൃത്തിയാക്കാനല്ലേ നമുക്ക് ഒരുപാട് സമയം വേണ്ടത്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി. അപ്പോൾ മോനും എഴുന്നേറ്റിട്ടുണ്ട്. അവനും എല്ലാം ബ്രഷൊക്കെ ചെയ്ത് അവർ രണ്ടാളും ബ്രഷൊക്കെ ചെയ്ത് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വേഗം റെഡിയായിട്ട് പോകണം. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ആയിക്കഴിഞ്ഞാലും എത്ര നേരത്തെ റെഡി ആവണമെന്ന് ചോദിച്ചാലും ഞാൻ കറക്റ്റ് ടൈമിന് മാത്രമേ, അല്ലെങ്കിൽ ടൈം കഴിഞ്ഞിട്ട് മാത്രമേ എവിടെയായാലും ഇറങ്ങാറുള്ളൂ. അതെന്താണെന്നറിയില്ല, അത് പണ്ടേ അങ്ങനെയാണ്. എവിടെ പോകാൻ നിന്നാലും ടൈം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാറുള്ളൂ. ഇല്ലില്ല, ചോറിൻ്റെ വെള്ളം തിളച്ച് ചോറിന് അരിയൊക്കെ ഇട്ടു. ഇതൊക്കെ കണ്ടിട്ടൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് എനിക്ക് ഭക്ഷണം കഴിച്ച് റെഡിയായി കുളിച്ച് റെഡിയായിട്ട് പോകണം. അപ്പോൾ മക്കൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അവർ ഇനി റെഡിയാകാൻ വേണ്ടിയിട്ട് അവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റെഡിയാവാറായോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി. ഇനി ആ തുണി എടുത്ത് പുറത്ത് കൊണ്ട് ഇടണം. എന്നിട്ട് വേണം ഇനി എനിക്ക് ഫുഡൊക്കെ കഴിച്ച് മേല് കഴുകി റെഡിയാകാൻ വേണ്ടി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലായതുകൊണ്ട് ഞാൻ തുണി അധികം പുറത്തോട്ട് ഇടാറില്ല. ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇടാറ്. അല്ലെങ്കിൽ തുണി ഞങ്ങൾ പോയി വരുമ്പോഴത്തേക്കും തുണിയൊക്കെ ആകെ ഇതാവും. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് വേഗം റെഡിയാവാം. ഫുഡൊക്കെ കഴിഞ്ഞു, മേലൊക്കെ കഴുകി ഞാൻ റെഡിയാകാൻ വന്നു. അപ്പോൾ ഒരു സൺസ്ക്രീൻ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. മഴക്കാലം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചൂട് വെയിൽ മഴയില്ലാത്ത ദിവസം ഭയങ്കര ചൂടാണ്. അപ്പോൾ ആദ്യത്തെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി മുടിയൊക്കെ മടഞ്ഞിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം തിരക്ക് പിടിച്ച് പോകാൻ വേണ്ടി ഇറങ്ങി കാറിലോട്ട് കയറുമ്പോഴാണ് കാറ് മൊത്തം വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് പൊടി തട്ടാൻ വേണ്ടി അതിന് കുറച്ച് സമയം നിന്നു. പിന്നെ ഇതൊക്കെ എൻ്റെ സ്ഥിരം കലാപരിപാടികളാണ്, അതുകൊണ്ട് അതൊന്നും വലിയ കുഴപ്പമില്ല. ഇത് എപ്പോഴും എവിടെയെങ്കിലും ഇറങ്ങുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ വേഗം പോയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.